ഹായ്, ഞാൻ ഐസക് ഫ്രാൻസിസ്. ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നതുല്യമായ യാത്രയാണ് ലോകത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അന്റാർട്ടിക്ക വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അതിലേക്കായി സാന്റ മോണിക്ക 2025 ജനുവരി 21 25 ദിവസം നീളുന്ന പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. സാന്റ മോണിക്കയുടെ 5ാമത് അന്റാർട്ടിക്കൻ യാത്രയാണിത്. കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിൽ നിന്ന് പുറപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 26 ദിവസം നീളുന്ന ഈ ടൂറിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. പെറു, ബ്രസീൽ, അർജന്റീന, പരാഗ്വേ എന്നീ രാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ആമസോൺ എക്സ്പീരിയൻസ് ആണ് ആദ്യമായി ചെയ്യുന്നത്. പ്യൂർട്ടോ മെൽഡനോഡോ എന്ന എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആമസോൺ കാടുകൾ സന്ദർശിക്കുവാനായി നമ്മൾ അവിടെയുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിനൊരു ഹോട്ടൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആമസോൺ ജംഗിൾ ലോഡ്ജസ് എന്ന് വിശേഷിപ്പിക്കാം. അവിടെ താമസിച്ച ഡിഫറെൻറ്റ് സ്പീഷീസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമസോൺ റിവർ ഡോൾഫിൻ, അതുപോലെ ജാഗ്വർ, ജയൻ്റ് ഓട്ടർ, ബ്ലേക്ക് കെയ്മൻ, ഗ്രീൻ അനക്കോണ്ട, കിങ് വൾച്ചർ, അങ്ങനെ ഒട്ടനവധി സ്പീഷീസിനെ അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് പെറുവിലേക്ക് പോകുന്നു. പെറു തലസ്ഥാനമായ ലിമയിൽ താമസിക്കുന്നു. കുസ്കോ എന്ന് പറയുന്ന ഏകദേശം 11,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എയർപോർട്ട് ഉണ്ട്, കുസ്കോ എയർപോർട്ട്. നമ്മൾ അവിടെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേ. അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഇൻക സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മാച്ചു പിച്ചു കാണാനായിട്ട് ഒരു ട്രെയിനിൽ കയറിയിട്ടുള്ള യാത്രയാണ്. വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ്. നമ്മൾ അവിടെ ചെന്ന് ഇൻക സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളൊരു വാക്കിംഗ് ടൂറിലൂടെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ വരും. അപ്പോൾ അങ്ങനെ പെറുവിൽ തന്നെ 4 നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ബ്രസീലിലേക്ക് വരുന്നു. ബ്രസീലിലേക്ക് വന്ന് റയോ ഡി ജനീറോയിലേക്കാണ് വരുന്നത്. റയോ ഡി ജനീറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്രൈസ്റ്റ് റിഡീമർ കാണാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഈ കൊറക്കവാഡ എന്ന് പറഞ്ഞ മൗണ്ടൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിട്ട് അവിടെ ഒരു കോഗ്വീൽ ട്രെയിൻ ഉണ്ട്. ആ കോഗ്വീൽ ട്രെയിൻ എടുത്ത് അതിൻ്റെ മുകളിൽ ചെന്ന് ക്രൈസ്റ്റ് റിഡീമർ എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായൊരു കാഴ്ചയാണത്. അത് കാണുന്നു. പിന്നീട് അവിടുത്തെ ഒരു ഷുഗർ ലോഫ് മൗണ്ടനും അങ്ങനത്തെ പ്രസിദ്ധമായ സൈറ്റ് സീയിങ് എല്ലാം തന്നെ കാണുന്നുണ്ട്. പിന്നീടുള്ള നമ്മളുടെ യാത്ര ഇഗാസു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. ഇഗാസു വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും അതിർത്തിയിലാണ് നിൽക്കണേ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത, ഏകദേശം 275ഓളം വെള്ളച്ചാട്ടം ഒരു 2.7 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇങ്ങനെ വന്ന് വീഴുന്നു. അപ്പോൾ അത് നമ്മൾ ബ്രസീലിയൻ സൈഡിൽ നിന്ന് വ്യൂ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ അർജന്റീനിയൻ സൈഡിൽ ചെന്ന് ഇത്രയും വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന ഒരു ഏരിയനെ ഡെവിൾസ് ത്രോട്ട് എന്ന് വിശേഷിപ്പിക്കണേ. അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസുകൾ കാണേണ്ടതുണ്ട്. അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള റഫൈൻ ഷോ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് അർജന്റീന തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലേക്കാണ്. ബ്യൂണസ് ഐറസിൽ ചെന്ന് നമ്മുടെ 11 നൈറ്റിൻ്റെ ഈ ഒരു ലാൻഡ് ടൂർ അവിടെ അവസാനിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിലേക്ക് ബോർഡ് ചെയ്യാൻ പോകുന്നത്. ഈ 11 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ പെറു, ബ്രസീൽ, അർജന്റീന, പരാഗ്വേ എല്ലായിടത്തും പോകുമ്പോഴും അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭക്ഷണങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ. പൊതുവേ ലാറ്റിൻ അമേരിക്കൻ ക്വിസിൻസ് വളരെ പ്രസിദ്ധവും കൂടിയാണ്. ബോണസ് ഐറസിൽ നിന്ന് 14 നൈറ്റ്സ് നീളുന്ന ഒരു ആഡംബര കപ്പൽ യാത്രയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രധാന ലക്ഷ്യം അന്റാർട്ടിക്ക ബേയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തിൽ 2 പ്രാവശ്യം ഞാൻ പേഴ്സണലി ഞാനിത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 14 നൈറ്റ് ഒരു ക്രൂസ് സെയിലിംഗ് ആണെങ്കിലും ആർക്കും തന്നെ ബോറടിക്കാത്ത രീതിയിലാണ് ആ ഷിപ്പിംഗ് കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന വെസൽ നോർവീജിയൻ ക്രൂസ് ലൈനറിൻ്റെയാണ്. കഴിഞ്ഞ വർഷവും നോർവീജിയൻ തന്നെയായിരുന്നു. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഉറുഗ്വേ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകുന്നുണ്ട്. തലസ്ഥാനമായി മോണ്ടിവീഡിയോയിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ ഫോക്ലൻഡ് ഐലൻഡ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ ടിപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഉഷുവയാൽ നമ്മൾ ഇറങ്ങും. പിന്നെ ചിലിയിലേക്ക് പോകും. ചിലി അവിടെ ഇറങ്ങും, ചിലി വിസിറ്റ് ചെയ്യും.
പിന്നീട് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് പോയി അന്റാർട്ടിക്കയിലെ 2 ബേകളിൽ ഈ ഷിപ്പ് ഡോക്ക് ചെയ്തിട്ട് എലിഫൻറ്റ് ബേയും പാരഡൈസ് ബേയിലുമാണ് നമ്മൾ ഡോക്ക് ചെയ്യാറുള്ളത്. ഡോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നമുക്ക് നല്ല വളരെ മനോഹരമായിട്ടുള്ള വ്യൂ, അന്റാർട്ടിക്കയുടെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. ഏകദേശം ഒരു 4 മണിക്കൂർ വെച്ചിട്ട് ഓരോ ബേയിലും നമുക്കത് ഷിപ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു ടൂറിലുള്ളത്. പിന്നെ ഈ ഒരു ഷിപ്പ് എന്ന് പറയുമ്പം ആഡംബര കപ്പലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ചില ദിവസങ്ങളിൽ ഷിപ്പ് എവിടെയും നിർത്താതെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബോറടിയൊക്കെ ഒഴിവാക്കാനായിട്ട് ഷിപ്പിംഗ് കമ്പനി എപ്പോഴും ഷിപ്പ് ലൈവാക്കി നിർത്തും. ഏകദേശം രാവിലെ 6 മണി തൊട്ട് മിഡ് നൈറ്റ് വരെ ഷിപ്പിൻ്റെ എല്ലാ ഡെക്കുകളും സജീവമായിരിക്കും. അതിനകത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ക്വിസിൻ ഉണ്ട്, സെപ്പറേറ്റഡ് ഡെലിക്കസി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ ക്ലബ്സ്, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ, ജാക്കുസി, സ്പാ തുടങ്ങി എല്ലാ ഫെസിലിറ്റികളും അതിനകത്തുണ്ട്. പിന്നെ തിയേറ്റേഴ്സിൻ്റെ വിവിധ ഇനത്തിലുള്ള ഷോസ് അതിനകത്ത് നടക്കാറുണ്ട്. ഇതെല്ലാം നമ്മളെ മുൻകൂട്ടി ഒരു ദിവസം മുമ്പ് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെ പ്രോഗ്രാമാണ് ആ ഷിപ്പിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കും അത് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ഷിപ്പിൻ്റെ കംപ്ലീറ്റ്ലി സെയിലിങ്ങുള്ള ദിവസങ്ങളിൽ നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം കസിനോ പൊതുവെ എല്ലാ ഷിപ്പുകളിലും ഉണ്ട്. ഇതിൻ്റെ കസിനോ ഹ്യൂജ് കസിനോ ആണ്. ആർക്കെങ്കിലും ഗാംബ്ലിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ ഗാംബിളൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇപ്പം ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള അവസരം, ക്യാരംസ്, കാർഡ്സ് പ്ലേയിങ്, അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ലക്ഷറി ക്രൂസിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള അവസരമുണ്ട്, ഷോപ്പിംഗ് വേണ്ടവർക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വൈഫൈ ആണ്. അപ്പോൾ വൈഫൈ നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെവറേജസ്, അത് സോഫ്റ്റ് ബെവറേജ് ആയാലും ഹോട്ട് ബെവറേജ് ആയാലും എല്ലാം തന്നെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. വേറെ അഡീഷണൽ പൈസ നമുക്ക് കൊടുക്കേണ്ടതില്ല. പിന്നെ നമുക്കറിയാം ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അതൊന്ന് ആസ്വദിക്കാനായിട്ട് ഇടയ്ക്ക് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ബാൽക്കണിയുള്ള റൂമുകളാണ് നമ്മളെല്ലാവർക്കും വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ക്യാബിൻസേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ സീറ്റുകൾ റിസർവ് ചെയ്യണം. ഇതിലേക്ക് ആയിട്ട് നമുക്ക് വിസ പ്രൊസീജിയേഴ്സ് കുറച്ചുണ്ട്. കാരണം ബ്രസീലിലും അർജൻറ്റീനയിലും ചിലിയുടെയൊക്കെ വിസ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു 2 ഭൂഖണ്ഡം ഒരുമിച്ച് കാണാനുള്ള, മിക്കവരും ഈ ഒരു യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുവിധ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ലാറ്റിൻ അമേരിക്കയും അതുപോലെ അന്റാർട്ടിക്കയും 2 കോണ്ടിനെൻറ്റ്സ് ഒരുമിച്ച് കവർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം ആരും തന്നെ ഈ ഒരു അവസരം പാഴാക്കരുത്. എല്ലാവരും സീറ്റുകൾ ഉറപ്പാക്കണം. സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കേരളത്തിലെ ഏത് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാലും ഇതിന് വേണ്ട എല്ലാ ഗൈഡൻസും കിട്ടും. അപ്പം ഞാൻ എല്ലാവരെയും ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുന്നു.